അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. അമ്മ എന്ന പേരിട്ടും കൊണ്ട് കോത്താഴ്ത്ത പരിപാടി കാണിക്കുന്ന ഒരു സംഘടന, അതാണ് നമ്മുടെ സിനിമയുടെ ഇപ്പോഴത്തെ AMMA സംഘടന. പ്ലീസ് മാറ്റിയിട്ട് വലിയച്ഛനെന്നോ അളിയൻ്റെ മോനെന്നോ കുഞ്ഞമ്മയുടെ നാത്തൂൻ്റെ ബന്ധുവെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് പറയും. സത്യമുള്ള കാര്യം പറയാം. ഈ ടിനിട്ടോ ഇവൻ എത്രത്തോളം നാറിയാണെന്നാണ് ഇതിപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലക്ഷ്മിപ്രിയ ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ബുള്ളറ്റിൽ കയറി എവിക്റ്റായി പോയതിൻ്റെ 4 ഇരട്ടി തൊട്ടിത്തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ തലപ്പത്ത് ഇരുത്തിയതാണ് ഏറ്റവും വലിയ അബദ്ധം. അതുപോലെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന നമ്മുടെ ശ്വേതാ മേനോൻ, എന്ത് വേടേ ഇതെന്തുവാ, നിങ്ങൾക്ക് എന്താ ഇത്? ഈ സംഘടന തൊലച്ച് നാറണത്തേക്ക് സിനിമാക്കാരുടെ സംഘടന, പിന്നെ ഞങ്ങൾ ചാരിറ്റി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു കീരവെത്ത് നടക്കാണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മാറിയിരുന്ന അടിയും പഴക്കും ചീത്തവളിയും മുണ്ടോക്കി കാണിക്കലാണ് നടക്കണം. ഇതിന് പുറമെ ആ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം. അവൾ സത്യത്തിനൊപ്പം നിന്ന് ന്യായത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവളെല്ലാം കൂടി ഒറ്റപ്പെടുത്തി. അതാണ് അവൾ സംഭവിച്ചിട്ടുള്ളത്. അവൾക്ക് ലാലേട്ടനുമായിട്ട് അവിഹിതം, സ്വന്തം അച്ഛനുമായിട്ട് അവിഹിതം, ഇങ്ങനത്തെ രീതിയിലുള്ള പല കാര്യങ്ങളാണ് പടച്ചു വിടുന്നത്. അതുപോലെ ജിഹാദി, അവൾ മറ്റേ നോമ്പ് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് ഡ്രൈവറായിട്ടുള്ളവരെ പിടിച്ച് മുസ്ലിം ആക്കാൻ നിർബന്ധിച്ച് ജിഹാദിയാക്കി. ആ ഒരു സെറ്റപ്പിൽ വളരെ മോശമായിട്ടാണ് ഈ ടിനി ടോം അടക്കം ഈ അൻസിബയെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും, എന്നെ കൊണ്ടുവന്ന മമ്മൂക്ക തനിക്ക് ഉളുപ്പുണ്ടോ? ടിനി ടോമേ തനിക്ക് ഉളുപ്പുണ്ടോ? ഇടക്കിടയ്ക്ക് വിളിച്ചു പറയില്ല എന്നെ കൊണ്ടുവന്ന മമ്മൂക്ക. ഇങ്ങനെ ഒരു നാറി തോലി ദേഹത്തുള്ള തൊലിക്ക് ഒരു ഉറപ്പില്ലാത്ത ഒരുത്തായി ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരുത്തായി. സത്യമുള്ള കാര്യം പറയാം, കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നുന്നു. പുച്ഛം. ആ പെണ്ണിനെ എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാം അതിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ, ഈ അമ്മ സംഘടനയിൽ ഇരിക്കുന്ന ലക്ഷ്മിപ്രിയ ആയാലും ഈ പറയുന്ന ടിനി ടോം ആയാലും ശ്വേതാ മേനോനായാലും എല്ലാം ഫീൽഡ് ഔട്ട് സ്റ്റാറുകളാണ്. ഒന്നിനും സിനിമയില്ല ഒരു കോപ്പുമില്ല. എല്ലാം വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കാണ്ട് അവിടെ വന്നിരുന്ന് ചൊറിയും കുത്തി ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വെളിത്തനങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഈ പണ്ട് കുടുംബശ്രീയിലൊക്കെ നടക്കുന്നതിനേക്കാളും വളരെ നിലവാരം നിറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ പരിപാടി അവിടെ നടക്കുന്നത്. കുടുംബശ്രീയിൽ എല്ലാവരും മോശമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും മനസ്സിലായി ഈ കുറേ എണ്ണം കൂടിയിരുന്നിട്ട് കണവണ എന്ന് പറയുന്നതിൻ്റെ വേറൊരു വെർഷനാണ് ഇവിടെ നടക്കുന്നത്. ജിഹാദിയാക്കി മോഹൻലാലുമായിട്ട് അവിഹിതം. ഈ സെറ്റപ്പിലൊക്കെയാണ് സംസാരം. ഈ സെറ്റപ്പിലൊക്കെയാണ് ഓരോ വിഷയങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിലവാരമില്ലാത്ത കുറെ നാറികളാണല്ലോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിരിച്ചുവിടേ, സംഘടനയും പിരിച്ചു വിട്ടിട്ട് വല്ല കുഞ്ഞമ്മയുടെ കുളമെന്നെല്ലാം പേര് വിട്ടിട്ട് വേറെ എവിടെയും പോയി നല്ലൊരു പേര്, ഒരുപാട് അർത്ഥമുള്ള പേര് അമ്മ, ആ പേരിനെ നശിപ്പിക്കാനായിട്ടൊരു സംഘടന കോപ്പ്. എന്തായാലും അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ എന്തവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ഈ പറയുന്ന പ്രമുഖ വ്യക്തികൾ ടിനി ടോം അടക്കം അൻസിബയെ മേത്തച്ചി, മുസ്ലിം ആയതുകൊണ്ട് മേത്തച്ചി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും, എന്താടാ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു വട്ടപ്പേരിട്ട് വിളിക്കുന്ന കുറേ നാറികളുണ്ട്. ഞാൻ മണ്ടേ കേട്ടിട്ടുള്ളതാണ് മെത്തര് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ജാതിയും മതവും പറഞ്ഞിട്ട് വിവേചനം നടത്തിയിട്ട് തമ്മിൽ തല്ലുന്ന കുറേ ചെറ്റകൾ ഇപ്പോഴും ഇവിടെ ഉടലെടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അൻസിബ മുസ്ലിം ആയതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് അവളുടെ പേര് വെട്ടണം, അതുപോലെ തന്നെ മത്സരിക്കാൻ സമ്മതിക്കില്ല, അവൾ ജിഹാദിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഏതൊക്കെ രീതിയിൽ ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ പറ്റും. എന്നിട്ട് മോഹൻലാലുമായിട്ട് അവിഹിതം, ഇങ്ങനത്തെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം പറഞ്ഞ്
ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ എങ്ങനെ പറ്റും, അതിന്റെ പീക്ക് ലെവല് ഇവളുമാരും ഒക്കെ ശ്രമിച്ചു. അതിൽ ലക്ഷ്മിപ്രിയ അടക്കമുണ്ട്. ലക്ഷ്മിപ്രിയൊക്കെ ടിനി ടോമിനെ മൂട് താങ്ങി അങ്ങ് നിൽക്കുന്നുണ്ടല്ലോ. നീയൊക്കെ എത്രത്തോളം കൊടും വിഷമാണെന്ന് നിന്റെ ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നീ ആ വോയിസിൽ മറ്റേ ആ നടിയെ പ്രാകുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നീയൊക്കെ എത്രത്തോളം കൊടൂര വിഷമാണെന്ന്. പ്രാഗി അങ്ങോട്ട് തള്ളുവാണ്. വെറും വൃത്തികെട്ട സാധനങ്ങളായിപ്പോലോ. കുറെ കഴുപ്പണം കെട്ടാനൊക്കെ പിടിച്ചിട്ട് സംഘടനയെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഊളകൾ. ഇപ്പോൾ ഇന്നലത്തെ നമ്മുടെ പിണറായി വിജയന്റെ വീട്ടിന്റെ നടയിൽ ED റെയ്ഡ് വന്ന് അതിനെ തുടർന്ന് പ്രവർത്തകരൊക്കെ കയറി കത്തി ആ ഒരു വിഷയം വന്നപ്പോൾ ഈ വിഷയം നൈസായിട്ട് അണഞ്ഞു. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം. എന്തായാലും 10 പേരെങ്കിൽ 10 പേര് കാണുന്നവരൊന്ന് കാര്യം മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അൻസിബയുടെ ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം, കേട്ടു നോക്ക്. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന്. ടിനി ടോം കോണാത്ത ടോം അവനല്ലെങ്കിൽ ചോറായാണ് അവൻ പണ്ട് ഏതോ അവന്റെ വ്യൂവറായിട്ടുള്ള ആരോ അതിന്റെ പ്രോഗ്രാം കാണുന്ന ആരെയൊക്കെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് തെറി വിളിച്ചൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഇവൻ വെറും കഴിപ്പണം കെട്ടവൻ. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ വച്ചു പൂർപ്പിക്കില്ല സത്യം പറഞ്ഞാൽ. അവന്റെ കോണാത്തിലെ കോമഡി, അവന്റെ കോണാത്തിലെ മറ്റേ പരിപാടിയല്ലോ മിമിക്രി. ആദ്യം അതെങ്കിലും പോയി പഠിക്കടാ, എന്നിട്ട് വന്ന് കൊണയടിക്കടാ. അതുപോലും കഴിവില്ലാത്തവനാണ് വന്നിരുന്ന് കൊണയടിക്കുന്നത്. ഇവനെയൊക്കെ പോലുള്ളവന്മാരാണ് നാട് കടത്തേണ്ട. സംഘടനയുടെ തലപ്പത്തും കയറി എന്നിട്ട് എന്ത് തന്തയില്ലായ്മ കാണിക്കാൻ, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വിഭജിച്ച് കണ്ടും കൊണ്ട് ചെറ്റത്തനം വിളിച്ച് പറഞ്ഞിട്ട് അവൻ കോണാത്തിലെ വർത്താനം. ഞാൻ വന്നിട്ട് എന്നെ മമ്മൂക്കയാണ് കൊണ്ടുവന്നത്. മമ്മൂക്കെ കയറി പിടിക്കുമ്പോൾ മമ്മൂട്ടി മുസ്ലിം അല്ലേ, പതികരെ ഇങ്ങനെ നൈസായിട്ട് പിടിക്കും. നീ പറയൂ, നീ മമ്മൂക്കെ പറയൂ, മമ്മൂക്കെ ജിഹാദി ആണെന്നും മുസ്ലിം ആണെന്നും അല്ലെ മേത്തനാണെന്നും പറഞ്ഞൊക്കെ നിന്നെയൊക്കെ പോലുള്ളവന്മാർ കളിയാക്കൂടാ. ആക്കൂല എങ്കിൽ നീയൊക്കെ നിന്നെടുത്തോളും പെടുക്കത്തില്ല. പിന്നെ ഇതാ പാവം പെണ്ണ് അൻസിബ. അവള് പാവം, അവള് ജെന്യൂനാണ്, സത്യസന്ധമായിട്ട് അവൾ നിൽക്കുന്നത്. ബിഗ് ബോസിൽ ഞാൻ കണ്ടത് അവളുടെ ക്യാരക്ടർ അവിടെ ബിഗ് ബോസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. നല്ലൊരു പെണ്ണ, നല്ല ക്വാളിറ്റിയുള്ളൊരു പെണ്ണ. അത്രയും നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ ജെന്യൂനായിട്ട് നിന്ന് അവളെ നിനക്കൊക്കെ പിടിക്കുന്നില്ല. നിന്റെയൊക്കെ മറ്റേ അടുത്ത പരിപാടികളൊക്കെ അവൾ ചോദ്യം ചെയ്യുമ്പോൾ നിനക്കൊക്കെ ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ നീയൊക്കെ എന്ത് ചെയ്ത് അവളെ ജിഹാദിയാക്കി, മുസ്ലിം, മേത്തച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ച് ചവിട്ടിക്കൂട്ടല്ല. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിട്ട് തല്ലിക്കൊല്ലാണ് ചെയ്യുന്നത്. നിന്നെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ട ഈ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും കിടന്ന് ഇമാതിരി വർത്താനം പറയുന്ന ചേറ്റകളെ നാട്ടുറോട്ടിയിട്ട് തല്ലിക്കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ നിയമം വല്ലതും വരണം. നീ ഇതങ്ങ് ദുബായിലെല്ലാം പോയി പറഞ്ഞത് നിന്റെ ഷിണ്ടാ വണ്ടി ഇതിനു മുമ്പേ കട്ട് ചെയ്തെടുത്ത് തൂക്കിയിടുമായിരുന്നു. ടോമാഞ്ചറിയില്ല, ടോം എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും കൊള്ളാടെ, നിന്നെയൊക്കെ പോലെ ഓരത്തമ്മ മതിയല്ലോ ഈ നാട് കുട്ടിച്ചോറാവാൻ. അഷ്റഫ് ഏട്ടൻ പറയുന്ന കേട്ടു നോക്കാം. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂ മോളെ, നിന്റെ അമ്മയുടെ ഡാഷ്
അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അതായത് അൻസിബയെ പറ്റിയിട്ട് പറഞ്ഞ കേസുകളാണ് ഈ പറയുന്നത്. അതായത് സ്വന്തം അച്ഛനുമായിട്ട് അതായത് രണ്ടാം അച്ഛനുമായിട്ട് അൻസിബയ്ക്ക് അഭിഹിതം, അതുപോലെ ലാലേട്ടനുമായിട്ട് അഭിഹിതം, പിന്നെ മതത്തിന്റെ പേരിൽ മേത്തച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു, മുസ്ലിം മതത്തിനെ ആക്ഷേപിച്ചു. സത്യം പറഞ്ഞാൽ ഈ മുസ്ലിം മതത്തിനെ ഇവനൊക്കെ ഈ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അടിക്കണം, റോട്ടിയിട്ട് അടിക്കേണ്ട കാര്യമാണ് ഇവനൊക്കെ, തന്തയില്ലാത്ത പരിപാടിയാണ് ഇവനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവനെയൊക്കെ പോലുള്ളവന്മാർ കാരണമാണ് ഇവിടെ വർഗീയതയും ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇനി അൻസിബ കൊടുത്തിട്ടുള്ള പരാതി ഞാനൊന്ന് വായിക്കാം. പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അമ്മ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് കോപ്പാണ്, കൊച്ചി. വിഷയം: ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള എൻ്റെ രാജിയുടെ യഥാർത്ഥ കാരണങ്ങളും അടിയന്തരമായ പരാതി. മാഡം, അമ്മയിലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെച്ച വിവരം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. സംഘടനയിലെ അന്തസ്സ് കണക്കിലെടുത്ത് ഔദ്യോഗിക രാജിക്കത്തിൽ പല കാര്യങ്ങളും ഞാൻ മറച്ചു വച്ചിരുന്നു. എന്നാൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങളും സംഘടനയ്ക്കുള്ളിൽ സുരക്ഷാ ഭീഷണിയും സംബന്ധിച്ച് യഥാർത്ഥ കാരണങ്ങൾ ഔദ്യോഗികമായി ബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതയാകുകയാണ്. എൻ്റെ രാജിക്കും തുടർന്നുണ്ടായ മാനസിക പ്രയാസങ്ങൾക്കും കാരണമായ വിഷയങ്ങൾ താഴെ പറയുന്നതാണ്. ടിനി ടോമിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തിഹത്യയും അധിക്ഷേപങ്ങൾ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും എനിക്കെതിരെ നിരന്തരമായ അതിക്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ തേജോവധം ചെയ്യുന്നതിനായി അഭിഹിത കഥകൾ മെനയുകയും അവ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഇതിനു പുറമെ ഞാനൊരു മത തീവ്രവാദി ജിഹാദി ആണെന്നും അദ്ദേഹത്തിന്റെ ഡ്രൈവറും പ്രൊഡക്ഷൻ കൺട്രോളും മകനെയും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ടിനി ടോം പരസ്യമായി പ്രചരിപ്പിക്കുന്നു. മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എനിക്കെതിരെയും കുടുംബത്തിനെതിരെയും നടക്കുന്ന ഈ നീചമായ പ്രചാരണം സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ക്ഷേത്ര കമ്മിറ്റി സ്പോൺസർഷിപ്പ് വിഷയത്തിൽ വർഗീയ പ്രചാരണം, അതാണ് രണ്ടാമത്തത്. അമ്മ കുടുംബ സംഗമമായ ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് നൽകിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ഞാൻ നേരിൽ കണ്ടപ്പോൾ അൻസിബ ഹസൻ എന്ന ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ആണ് സ്പോൺസർഷിപ്പിനെ എതിർത്തത് എന്ന് അവർ ആരോപിക്കുകയുണ്ടായി. അമ്മയിലെ ചില ഭാരവാഹികൾ തങ്ങളോട് ഇപ്രകാരം പറഞ്ഞതാണ് അവർ വെളിപ്പെടുത്തിയത്. എന്നെ വർഗീയമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടത്തിയ ഈ വ്യാജ പ്രചാരണം അതീവ ഗൗരവമുള്ളതാണ്. ലക്ഷ്മിപ്രിയയുടെ നടപടികൾ. അയ്യോ സൂപ്പർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ലക്ഷ്മിപ്രിയ മുൻ കൈയെടുത്തത് എനിക്കെതിരെ വ്യാജ പരാതി നൽകുകയും തൽഫലമായി പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അതായത് ഈ ലക്ഷ്മിപ്രിയ കൊണ്ട് വ്യാജ പരാതി അൻസിബയ്ക്കെതിരെ കൊടുത്തു. അതിനെ തുടർന്ന് അവിടെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വിഷയങ്ങൾ. ഓക്കെ. സംഘടനയ്ക്കുള്ളിലെ സുരക്ഷാ ഭീഷണിയും നീന കുറുപ്പിന് നേരെയുള്ള അതിക്രമവും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ നീന കുറുപ്പിനെ അമ്മ കുടുംബ സംഗമത്തിന് തലേ ദിവസം ടിനി ടോം ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും തെറിവിളിക്കുകയും ചെയ്ത സംഭവം അദ്ദേഹത്തിന്റെ ആക്രമവാസന വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റ സംഘടനയിലെ വനിതാ അംഗങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. എനിക്കും ഇത്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭയമാണ് ഞാൻ രാജിവെക്കാൻ പ്രധാന കാരണം. ഈ വിഷയങ്ങൾ ഗൗരവമായി കാണണമെന്നും പ്രത്യേകിച്ച് ടിനി ടോമിന്റെ ഇത്തരം നടപടികൾക്കെതിരെ സംഘടനയുടെ സംഘടന ചട്ടപ്രകാരം അടിയന്തരമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സംഘടനയിൽ നീതി ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ പ്രതീക്ഷിക്കുന്നു. വിശ്വാസത്തോടെ അൻസിബ ഹസൻ. തീയതി 23/5/2026 അടുത്ത് കൊടുത്തിട്ടുള്ള പരാതിയാണ്. എടാ ടിനി ടോമെ, നീ എത്രത്തോളം കാവടിയാണെന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിന്റെ മകന്റെ പട്ടി ഷോ റോട്ടി കിടന്നുണ്ടായിരുന്നു ഇടയ്ക്ക് തെറിവിളി വീഡിയോ. നീയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയാണടാ. പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ല. എന്തായാലും നീ എന്താണെന്ന് നാട്ടിൽ ഇപ്പോഴെങ്കിലും കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നീന കുറുപ്പിന് നേരെയുള്ള നിന്റെ അതിക്രമങ്ങൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിന്നെ പറ്റിയിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് പോലെ തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്ക് മുന്നേ ഉള്ള ഈ പ്രവൃത്തികളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും അൻസിബയ്ക്ക് ഇവിടെ നീതി ലഭിക്കട്ടെ.
ഇനി ഒരു പെണ്ണുങ്ങൾക്കും ഇതുപോലെ അവിടെ ആ ഒരു വൃത്തികെട്ട സംഘടനയിൽ ഒരു വിഷയം ഉണ്ടാവാതിരിക്കട്ടെ. A.M. അങ്ങനെ വായിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. പിന്നെ അറിയാതെ ഞാനും പറഞ്ഞു പോകും. അമ്മ എന്ന പേരും വെച്ചുകൊണ്ട് കാണിക്കുന്ന മൊത്തം തന്തയ്ക്ക് ഉറക്കാത്ത പരിപാടികൾ. ഇവനെയൊക്കെ പോലുള്ളവന്മാരൊക്കെ എന്തിനു പിടിച്ച് സംഘടനയിൽ എത്തിയിരിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ വെവളും വെള്ളിയാഴ്ചയും ബോധമില്ലാത്ത കുറേ എണ്ണം സംഘടനയ്ക്കകത്ത് ഫീൽഡ് ഔട്ടായ കുറേ എണ്ണം ഒരുമിച്ച് ചേർന്ന ഒരു സംഘടന. വേറെ പണിയൊന്നുമില്ലല്ലോ. അതിൻ്റെ അകത്തിരുന്ന് മറ്റേ കുത്തിത്തിരിപ്പും ജിഗാതി വിളിയൊക്കെ വിളിച്ച് വർഗീയതയും പടർത്തി അങ്ങ് ഇരുന്നാൽ മതിയില്ല. ഒറ്റ എണ്ണത്തിന് സിനിമയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിലിരിക്കുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടോന്ന്. ഒരെണ്ണത്തിന് പോലും സിനിമയില്ല. എന്തിനും ഒരു ആൽബം പോലും ഇല്ല, ഒരു പരസ്യം പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കുത്തിക്കഴപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും, പാവപ്പെട്ട നിരപരാധിയായ പെണ്ണുങ്ങൾ ഉൾപ്പെടെ. ഇവനെയൊക്കെ പോലുള്ള അപരാധികളാണ് പിടിച്ചകത്തിട്ട് ഇടിച്ച് ചാമ്പേണ്ട. ലാലേട്ടനായിട്ട് അവിഹിതം, അവളുടെ രണ്ടാണ് അച്ഛനുമായിട്ട് അവിഹിതം. എന്ത് തന്തയില്ലാത്ത പരിപാടി വർത്തമാനോടാണ് നീയൊക്കെ വിളിച്ച് പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഞാനും എന്തായാലും മാക്സിമം അന്വേഷിച്ച് കിട്ടുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.